അമ്മയുടെ കണ്ണുനീര് അതൊരു സത്യം തന്നെയാണ്. ജീവിതത്തിലെ ചില സത്യങ്ങൾ മനുഷ്യൻ നടുങ്ങിപ്പോവും. ചിലപ്പോൾ അതാണ് നമ്മുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് സമൂഹത്തിനൊരു മുന്നറിയിപ്പാവുന്നത്. ഇവിടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു രശ്മി എന്ന് പറയുന്ന സ്ത്രീയുടെയും അവരുടെ മകൻ സാജൻ്റെയും കഥയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് രശ്മി കിടപ്പിലാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് അയാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് 16 വയസ്സുകാരനായ മകൻ സാജനാണ്. അമ്മയ്ക്ക് മരുന്ന് കൊടുക്കലും ഭക്ഷണം ഒരുക്കലും കുളിപ്പിക്കലും എല്ലാം ചെയ്തുകൊണ്ടാണ് അവൻ സ്കൂളിൽ പോകുന്നത്. ഗ്രാമത്തിലെല്ലാവരും പറഞ്ഞു, എന്തൊരു നല്ല കുട്ടിയാണ്, അമ്മയെ എത്ര കരുതലോടെയാണ് അവൻ നോക്കുന്നത്. പക്ഷെ ഒരു ദിവസം രശ്മി ഞെട്ടിപ്പോയി. അവൾക്ക് മാസമുറ ഉണ്ടായില്ല, അവൾ ഗർഭിണിയാണ്. ഇതെങ്ങനെയാണ് സാധ്യമായത്? ഇതെങ്ങനെ ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കും? അവൾക്കൊന്നും മനസ്സിലായില്ല. കണ്ണീരോടെ അവൾ തൻ്റെ സുഹൃത്ത് സോനയോട് കാര്യങ്ങൾ പറഞ്ഞു. സോന അവളുടെ ദിനചര്യങ്ങളെക്കുറിച്ച് കുറേ തവണ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു നോക്കി. പിന്നെ ഒരു പേപ്പറിൽ കുറിച്ചു വെച്ചു. എല്ലാ ദിവസത്തെയും റൊട്ടീൻസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. രാത്രിയിലെന്നും രശ്മിക്ക് മകൻ പാല് നൽകി മരുന്ന് നൽകി ഉറക്കിയതിന് ശേഷമാണ് അവനവൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങാറുള്ളത്. അതും രശ്മി വിശദമായി പറഞ്ഞു കൊടുത്തു. എല്ലാ റൊട്ടീൻസും ഒരിക്കൽ കൂടി ചെക്ക് ചെയ്ത സോണ പറഞ്ഞു, ഇന്ന് രാത്രി നീ മരുന്നും പാലും കുടിച്ചതുപോലെ നടിച്ചു കിടക്കുക, സത്യം എന്തായാലും പുറത്തു വരും. പതിപോലെ രാത്രി സാജൻ മരുന്നും പാലും ഒക്കെ ആയിട്ട് അമ്മയുടെ അടുത്തെത്തി. ഒരുപാട് നേരം അമ്മയോട് സംസാരിച്ചിരുന്നു. അമ്മയെ സമാധാന വാക്കുകളൊക്കെ പറഞ്ഞ് അവൻ ആശ്വസിപ്പിച്ചു. ഒടുവിൽ മരുന്നും പാലും നൽകിയപ്പോൾ അമ്മ കുറച്ച് വെള്ളത്തിനായി ആവശ്യപ്പെട്ടു. അവൻ വെള്ളം എടുക്കാനായി പുറത്തേക്ക് പോയ തക്കത്തിന് ആ മരുന്നും പാലും ജനാലയിലൂടെ പുറത്തേക്ക് മറച്ചു കളഞ്ഞു. എന്നിട്ട് അത് കുടിച്ചതായിട്ട് അഭിനയിച്ചു. പതിയെ ഉറങ്ങിത്തുടങ്ങിയതുപോലെ. ആ രാത്രി സാജൻ പതിവ് പോലെ അമ്മയ്ക്കരികിൽ തന്നെ എത്തി. ലക്ഷ്മി ഉറങ്ങുന്നത് പോലെ നടിച്ചു കിടക്കുകയാണ്. സാജൻ അമ്മയുടെ നെറ്റിയിലൂടെയൊക്കെ ഒന്ന് വിരലൊടിച്ചു. പക്ഷെ പെട്ടെന്ന് അവൻ്റെ മുഖമൊന്ന് മാറി. അവൻ്റെ മുഖത്ത് ഒരു വൈകൃത ഭാവം രൂപം കൊണ്ടു. ആ കണ്ണുകളിൽ എന്തെന്നില്ലാത്തൊരു തീ. പെട്ടെന്ന് കണ്ണു തുറന്ന രശ്മി അത് കണ്ട് ഞെട്ടിപ്പോയി. അവളുടെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ച, അവളുടെ മകനോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ച ഒരു വല്ലാത്ത അനുഭവമായിരുന്നു അത്. കാമപറിവ് കൊണ്ട് നിൽക്കുന്ന മകനെ അവരെ പേടിയോടെ നോക്കി. കണ്ണുനീര് പിടിച്ചു നിൽക്കാതെ രശ്മി തൻ്റെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ലോകത്തിലെ ആർക്കും കൊടുക്കാത്ത ശിക്ഷ എൻ്റെ മകന് കൊടുക്കണം എന്ന് അവൾ അയാളോട് അഭ്യർത്ഥിച്ചു. ഒടുവിൽ കോടതിയിൽ സ്വന്തം മകനു വേണ്ടി ആ അച്ഛൻ വാദിച്ചു. ലോകത്തിൽ ആർക്കും കൊടുക്കാത്ത, ഒരു മകനും ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ലാത്ത തരത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കണമെന്ന് അയാൾ കോടതിയോട് അഭ്യർത്ഥിച്ചു. മക്കളെ നോക്കി ലോകം കരുതി നിന്നെങ്കിലും ചില സത്യങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ ഒതുങ്ങാതെ പൊട്ടിത്തെറിക്കും. ലക്ഷ്മിയുടെ കണ്ണുനീരാണ് ഇന്ന് സമൂഹത്തിനുള്ള മുന്നറിയിപ്പ്. പലതരത്തിലുള്ള ചതിക്കുഴികളിലും ഏർപ്പെടുന്ന മക്കളാണ്. അമ്മമാരുടെ കണ്ണുനീര് അത് ഈ രീതിയിൽ ഒരിക്കലും പൊഴിയാതിരിക്കട്ടെ. വീണ്ടും ഒരു കഥയായിട്ട് നമുക്ക് കേൾക്കാം.